ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മുടെ യാത്ര തിരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലോഡിങ്ങും സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം കയറ്റി ഇതേ അവിടെ നിർത്തിയിരിക്കുകയാണ്. 300 ലിറ്റർ വെള്ളവും കയറ്റി ഞങ്ങൾ. കാരണം എന്താ വെച്ചാൽ ഇനി നമുക്ക് തമിഴ്നാട് കഴിയുന്നതോടെ വെള്ളത്തിൻ്റെ ആവശ്യകത പുറത്തുനിന്ന് നമുക്ക് ആകരുത്. യെസ് ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യം പോകുന്ന പോലെയല്ല, ഈ പ്രാവശ്യം നമ്മൾ കർണാടക വഴിയല്ല തമിഴ്നാട് വഴിയാണ് പോകുന്നത്. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നജീബിക്ക അടുത്ത് പോകാനുണ്ട്. കാരണം 2-3 പരിപാടിയും കൂടി ഉണ്ട്, അതും കൂടെ തീർത്തിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നേരെ എറണാകുളത്ത് നേരെ പാലക്കാട്, യെസ് പാലക്കാട്, അതുവഴി സേലം വഴി അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. യെസ്, ബാക്കിയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് ഏതാണെന്നൊക്കെയുള്ളത് നിങ്ങളോട് പറയാം. അപ്പോൾ ഇപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുന്നു, നമ്മൾ നേരെ എറണാകുളം പോകുന്നു. നാളെ ഒരു ദിവസത്തെ ഒരു പരിപാടിയുണ്ട്, അതിന് ശേഷമാണ് നമ്മൾ യാത്ര തിരിക്കുക. അതായത് നമ്മൾ അവസാനമായിട്ട് നമ്മൾ ഇത്ര ലോങ് പോയത് കാരണം വണ്ടി ഒന്നും കൂടെ ഫുള്ള് കാര്യങ്ങൾ ചെക്കപ്പ് ചെയ്തിട്ട് പോകുന്നുള്ളൂ അല്ലേ ഇവനെ? യെസ്, നമുക്ക് പോവാം. വാ. ദൂരെ ദൂരെ വാനം മേലെ പോകാം കാറ്റിൻ ചാരേ ചാരേ ചെമ്മാനം കാണേ പറന്നിടാം ഈ ലോകം കാണാൻ തുടങ്ങിടാം. ദൂരെ ദൂരെ വാനം മേലെ പോകാം കാറ്റിൻ ചാരേ. ഗൈസ് നോക്കൂ, ഫൈനലി വണ്ടി തിരിച്ചു വീണ്ടും ഫ്രണ്ടിൽ കൊണ്ടുവന്നു, ഹാൻഡ് ബ്രേക്ക് താത്തി. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് എറണാകുളത്തിന് യാത്ര ചെയ്ത് അവിടുന്ന് പോകുന്നത്. നമ്മുടെ യാത്ര ഇന്നേ വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലേ? തിരിച്ചു വന്നിട്ടുണ്ട്, പാലക്കാട് വഴി എറണാകുളം വന്ന് കണ്ണൂർ വന്ന് വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ, അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ്. നമുക്ക് ഒരാളെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്, ദീപു ചേട്ടനെ. അപ്പം ദീപു ചേട്ടനെ കൂടെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ എറണാകുളം. ആദ്യം മാഹിന്ന് എണ്ണ അടിക്കണം. മാഹിന്ന് എണ്ണ അടിച്ചതിന് ശേഷം ചിലപ്പോൾ ഹൈവേയിൽ ബ്ലോക്ക് കിട്ടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. നാളെ ലീവല്ലേ ഇവനെ? അപ്പോൾ റോഡിൻ്റെ അകത്ത് നല്ലധികം തിരക്കുണ്ടാവും, അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അത് കൂടാതെ ചിലപ്പോൾ റോഡ് പണിയുടെ എന്തെങ്കിലും സംബന്ധമായ ഹൈവേയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് കോഴിക്കോട് ചാവക്കാട് വരെ നല്ല സൂപ്പർ റോഡ് കിട്ടും. അത് കഴിഞ്ഞ് അങ്ങോട്ട് പറവൂര് വരെ, അതായത് ചാവക്കാട് കഴിഞ്ഞ് പിന്നെ പറവൂർ വരെ കട്ടറാട്ടോ ഗൈസ്. ഞങ്ങളുടെ ഇവിടെയും നല്ല രീതിയിലുള്ള മഴയാണ്, അതായത് തോരാതെ പെയ്യും അല്ലടാ ലിബിയ? ഒരു മണിക്കൂർ അങ്ങ് നിന്നങ്ങ് പെയ്യും, പിന്നെ ഒരു 10 മിനിറ്റ് ശമനം, പിന്നെ അങ്ങ് നിന്നങ്ങ് പെയ്യും. ഞങ്ങളുണ്ടല്ലോ ആദ്യമായിട്ടാണ് വണ്ടിയെ സാധനം കയറ്റാൻ വേണ്ടി ഇത്ര സമയം എടുക്കുന്നത്. കാരണം അത്ര ശക്തമായ മഴയാ. മഴ മാത്രമല്ല, പിന്നെ നമ്മുടെ വണ്ടി പുതിയതായിട്ട് നമ്മൾ പണിതല്ലേ ഇവനെ, എവിടെയൊക്കെ എന്തൊക്കെ സാധനം വെക്കണം, അല്ലെ വെച്ച് കഴിഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഓരോ പേപ്പറിൻ്റെ അകത്ത് ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടല്ലേ ഇവനെ എല്ലാ സാധനം ഓരോ സ്ഥലത്ത് വെച്ചത്. ഗൈസ് നോക്കൂ, എപ്പം യാത്ര ചെയ്യാൻ ഞങ്ങൾ തുടങ്ങിയാലും ഞങ്ങളുടെ ഇടവപ്പള്ളി വന്ന് പ്രാർത്ഥിച്ച് നേർച്ചയിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ക്ലീന്ദ്രപ്പള്ളിയിലാണ്. ഞങ്ങളുടെ പഴയ വീട് ഇതേ ഈ കാണുന്ന ഇതിലേ പോകുമ്പോൾ അങ്ങ് മേളിലാണ്. ഇത് ഇവിടെ നമ്മുടെ ചെറുക്കനെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, നേർച്ചയിടുക, നേരെ എറണാകുളം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം കേട്ടോ. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞ പ്രകാരം നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്, നജീബുകളുടെ അടുത്താണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ഇത്രയും വലിയ ഇലക്ട്രിക്കൽ സപ്ലൈ സംഭവങ്ങൾ നടക്കുന്ന നമ്മുടെ വണ്ടിക്ക് ആകെ ഉള്ളത് 65-ന്റെ അതായത് ആ സാധനമാണ് നമ്മുടെ വണ്ടിക്കുള്ളത്. അപ്പോൾ 150-ന്റെ വാങ്ങി വെക്കാൻ വേണ്ടി നമ്മൾ തീരുമാനം എടുത്തു. യെസ്. അപ്പം നമ്മൾ അതൊരു പണി. പിന്നെ അതുകൂടാതെ
കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് പോയി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പം നമുക്ക് എല്ലാം തീർത്തിട്ട് പോകണമെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ പുറകെ ഓടി നടക്കണ്ട. അപ്പോൾ അത് തീർത്ത് ഞങ്ങൾ ഇവിടുന്ന് സേലം വഴി പോകാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ അത് കൂടാതെ എല്ലാ പരിപാടിയും ചെക്ക് ചെയ്ത് ഇക്കെ നോക്കിയിട്ട് നമുക്ക് പോകാമെന്നാണ് ഇക്ക നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആ പ്രകാരം എല്ലാം കൂടെ ഒന്ന് ഫൈനലായിട്ട് നോക്കി നമ്മൾ ഇവിടെ നേരെ അങ്ങോട്ട് പോകുന്നു. പിന്നെ ഇത് കൂടാതെ ഇക്കാൻ്റെ വണ്ടിയും തൊട്ടപ്പുറം കിടപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം ഇപ്പം ഞങ്ങളോട് രാവിലെ 9 മണിക്ക് വരാനാണ് പറഞ്ഞത്. പക്ഷേ വന്നത് 1 മണിയായി എത്തിയപ്പം. അപ്പോൾ ഇക്ക ചോറ് കഴിച്ചു. ഭയങ്കര ബ്ലോക്ക്, അതേപോലെ റോഡിന്റെ ഓടിച്ചെത്താൻ പറ്റിയില്ല. ചോറ് കഴിച്ച് വരുമ്പോൾ ഇക്കാൻ്റെ വണ്ടി കാണിച്ചു തരാം. അന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹറിബറി പരിപാടികളായിരുന്നു. എൻ്റെ കർത്താവേ, സിഗരറ്റ് വലി നിർത്തി നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ എടുത്തു. എത്രയോ എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് ശേഷം അല്ല 3.5 ലക്ഷം പേര് കണ്ടു. ട്രെൻഡിങ് 2 എത്തിയായിരുന്നു. യെസ്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പം നമ്മൾ അതേ സമയത്ത് തന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് കടയിലേക്ക് വന്നു. ഇക്ക നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. ഇനി വന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ ആൻഡ്രോയിഡ് ചേട്ടൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡൈനാമോ. 150 വെറും 65 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 120 എന്ന് പറഞ്ഞില്ലേ? ശരി, ഞാൻ ഓർക്കുന്നുണ്ട്. 65 പറഞ്ഞു. ഓ അല്ല, ആൻഡ്രോയിഡ് ചേട്ടനും വിറ്റി അല്ല മറ്റേ പുള്ളിനെ വിളിക്കണോ? ആ, പുള്ളിനെ പോകുന്ന മാറ്റിയിടണോ? നമ്മുടെ ബെൽറ്റിന് ഇത് പറ്റില്ല. അപ്പൊ ആ പുള്ളി ഇട്ടാ മതി. ഇത് മാത്രം എടുത്ത് മാറ്റി നമ്മുടെ പുള്ളി ഇട്ട് കൊടുത്താൽ ആ ശരി കേട്ടോ. പുള്ളി മാറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ട്രാവലിന്റെ പുള്ളി മാറ്റിയിട്ടായിരുന്നു. ഇതിപ്പോ എത്രയാ? 150. TVS. ഓക്കെ. ഇതിന് നേരെ അതിൻ്റെ അകത്ത് കയറ്റണം. പമ്പാണ്. ഈ പമ്പ് ഇടുന്ന വെച്ചാൽ കുഴപ്പമില്ല. എന്നുവെച്ചാൽ പമ്പ് എന്ന് വെച്ചാൽ വാക്കം പമ്പ്, ഫുഡ് ബ്രേക്കില്ലേ, അതിന് കൊടുക്കുന്ന വാക്കം പമ്പാണ്. അപ്പം ഇതിവിടെ ഇതിനെ കവർ എടുത്താൽ പിന്നെ ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പോയി ഇലക്ട്രീഷ്യനെ സാധനം കൊണ്ട് വിളിക്കട്ടെ കേട്ടോ. ഇവിടെ വെച്ചോ ലിവിന, ഞാൻ പോയി ഇലക്ട്രീഷ്യനെ കൂട്ടിക്കൊണ്ടുവരാം. ഒരു 5 മിനിറ്റ് എന്നാടാ ഇവരോട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. ഞാൻ ഓടി വിളിച്ചിട്ട് വരാം. ഓടി വിളിച്ചിട്ട് വരാം. അത് ഇവിടെ തൊട്ടടുത്താ. ഞാൻ വിളിച്ചിട്ട് വരാം. ചേട്ടാ, നിങ്ങൾ പറഞ്ഞ പ്രകാരം പുത്ത സാധനം കൊണ്ടുവന്നു. അതാ മെക്കാനിക്കും വന്നു. പുത്ത സാധനം. മെക്കാനിക്കും വന്നു. പെട്ടെന്ന് അണ്ണം വരേണ്ട ഒരു കേസ്. അല്ലപ്പാ, അത് നിങ്ങളെ ശരിയാകത്തുള്ളൂ. താടിയുള്ള അപ്പനെ പേടിയുള്ളെന്ന് കേട്ടിട്ടില്ലേ? വാ, ഇതോടെ ഞാൻ കുത്തി കൊടുക്കാം. അതെ, അപ്പത്തന്നെ അയാളും പോവും. അയാളൊരു വണ്ടി ഒരു 5 മിനിറ്റ് ഞാൻ സഹായിക്കാം. സഹായിച്ചാ ഞാൻ താങ്ങും തണലും തരും. വാന്ന് മെക്കാനിക്കും പോവും. നിങ്ങൾ കഞ്ഞി കുടിക്കാല്ലേ തീരുമാനിച്ചേ? ചോറ് അതുവരെ ഇന്ന് ബിരിയാണി മേടിച്ചിരുന്നു. വേറെ എന്നെ മേടിച്ചു തരാ. എന്നാടാ, എന്നാ ഉണ്ട്? നിന്റെ വണ്ടിയാ? എങ്ങനെ? ഒരു 250 രൂപ വാഷ് ചെയ്യുന്നവർക്കെല്ലാം കൊടുക്കടാ. നീ ഇത് സ്വന്തം കൊടുക്കാൻ വേണ്ടി നോക്കിയതല്ലേ? 200 നീ പുറത്തുനിന്ന് കഴിച്ചാ? ഓ ശരി. 200 രൂപ കൊടുത്തിട്ട് ഗൈസ്, പെട്ടെന്ന് വണ്ടിക്ക് സ്ഥലം കിട്ടി. നമ്മുടെ വണ്ടിയല്ല, താകർക്കട വണ്ടി. കയറിക്കോ അല്ല, നിങ്ങൾ നടന്നു വരണ്ട, കയറ്. അപ്പം നമ്മൾ നേരെ ഇംബെക്സിലേക്ക് പോകണം. അവിടെ 2-3 സാധനങ്ങൾ മേടിക്കാണ്ട്. നല്ല പൈസ കുറവാണല്ലോ അവിടെ. പക്ഷെ വാറണ്ടി ഇല്ലെന്നൊരു കുഴപ്പമുള്ളൂ അല്ലേ? എനിക്കൊന്നുമില്ല. എനിക്ക് 2 കെറ്റിലും ഒന്നും മേടിക്കാറില്ല അവിടുന്ന്. 14,000 രൂപയ്ക്ക് TV കിട്ടും അവിടുന്ന്. എനിക്ക് 2 കെറ്റിലും പിന്നെ ഒരു കെറ്റിലും പിന്നെ ഒരു വാക്കും. താകർക്ക ഇവിടെ 58 ഇഞ്ച് TVക്ക് 65 ഇഞ്ച് TVക്കൊക്കെ 14,000 രൂപ രജിസ്റ്റർ. പക്ഷേ വാറണ്ടി എൻ്റെ ഇപ്പം 2-3 വർഷം ഒരു കുഴപ്പമില്ല. അതെ, മതിയാ, അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പക്ഷേ നമുക്ക് 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഒന്നാമത്തെ സാധനം ഒരു ഫ്ലാസ്ക് മേടിക്കണം. പിന്നെ അതുകൂടാതെ നമുക്ക് കെറ്റിൽ മേടിക്കണം. പിന്നെ അങ്ങനെ നമ്മൾ കെറ്റിൽ മേടിക്കാൻ നേരത്തെ നമ്മൾ വാട്ട്സ് നോക്കണ്ട. ഇത് 1500, ഇത് 1000. ചേച്ചി 1000 താന്നുണ്ടോ ചേച്ചി? വിലയല്ല, വാട്ട്സ് 1000. 1000-ന് 1000 വെക്കാൻ പറ്റുമല്ലോ താകർക്ക? ഇല്ലല്ലോ. ഇതെത്ര പെട്ടു? ചേടാ, 1500. ഇതെത്രയാ? 650 രൂപ. പക്ഷെ 650 അല്ല, ഇത് ഇലക്ട്രിക്കൽ കെറ്റിൽ 500. 1000 വാട്ട്സ് പെട്ടു. ഇതെല്ലാം അങ്ങനെ തന്നെയാണ് ചേച്ചി വരിക? ഉറപ്പാ?
പാവം ചേച്ചി റെസ്റ്റ് ചെയ്യായിരുന്നു, അത് ഞാൻ കളഞ്ഞു. അതിനെത്രയാ? പക്ഷെ അതിന് വിഷയം 1000 വാട്സ് എത്രയാ? ഇതോ അതിനാ? ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ മേടിച്ച സാധനങ്ങൾ നമ്മുടെ വണ്ടിയിലേക്ക് എടുത്തു വെക്കുകയാണ്. അതുകൂടാതെ ഇനിയും 2-3 പരിപാടികളും കാര്യങ്ങളും നടത്താനും ഉണ്ട് കേട്ടോ. ബാ, അവിടെ നമുക്ക് നമ്മുടെ ഡൈനാമോ പുതിയത് കയറ്റിക്കൊണ്ടിരിക്കുക. എന്തിയാടാ? ഇത് വീലഴിച്ചാലേ വെക്കാൻ പറ്റുള്ളൂ, അല്ല പറ്റൂല. മറ്റേ സാധനം ചെറുതല്ലേ, ഇത് വലുതല്ലേ. അപ്പൊ ഇത് TVS-ന്റെ സാധനവും മറ്റേ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന സാധനം വ്യത്യാസമുണ്ട്. അപ്പൊ കുറെ സാധനം ഊരി അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ഇടണം. ഇതാണിച്ച പവർ കിട്ടോ. ചേട്ടാ അപ്പൊ പണിയുണ്ടോ? അന്നേരം പണിയുണ്ടല്ലേ? കിട്ടു. ഈ സാധനം മാറ്റിയിട്ടാൽ പോകാൻ പറ്റും കേട്ടോ. 2 ബാറ്ററി ഫുൾ ചാർജ് ആക്കിയിട്ട് വണ്ടി അടിക്കുമ്പോൾ ഓണാകുന്നില്ല. വേറെ കാര്യമുണ്ട്, അടുത്ത് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻവേർട്ടറിൽ നിന്ന് ബാറ്ററിയിലോട്ട് രാത്രി കണ്ടെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു നടന്നോ? ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെ കണ്ടുപിടിച്ചോണ്ട്. ശരി കേട്ടോ, അങ്ങനെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചോണ്ടോ? ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ചെക്കിങ് സംഭവങ്ങളാണ് നടക്കാൻ വേണ്ടി ഇനി ഞങ്ങൾ വർക്ക്ഷോപ്പിൽ കയറ്റുള്ളൂ തീരുമാനിച്ചിട്ടാണ് ഞങ്ങളുടെ പണിയെല്ലാം ഞങ്ങൾ. അതായത് നമ്മുടെ വണ്ടിയുടെ ഇലക്ട്രീഷ്യൻ്റെ സംഭവങ്ങൾ നോക്കാണ്ട്, പ്ലംബിങ് മസ്റ്റായിട്ട് നോക്കാണ്ട്, പിന്നെ അതുപോലെ അങ്ങനെ തട്ടുകൂട്ട് കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഡൈനാമോയുടെ ഒരു വലിയ വിഷയമായിരുന്നു. അതിൻ്റെ ചേട്ടാ പരന്ന് ഓടി പാഞ്ഞ് നടക്കുന്നു. ചേട്ടാ എന്നാ വേണ്ട, എന്നാ വേണ്ടേ? എന്നാ വേണ്ടേ, എന്നാ വേണ്ടേ? ഷീറ്റാ കിടക്കാൻ? അഖിലേ, കിടക്കാനൊരു ഷീറ്റ് കൊടുത്തേ. കിടക്കാനൊരു ഷീറ്റ് പേപ്പറോ എന്നാ മറ്റേതാ? ഫോം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബാ, ഒരാള് ഇത് മൊത്തം അലമ്പായിക്കൊണ്ടിരിക്കുക കേട്ടോ. നശിപ്പിക്കല്ലേ കേട്ടോ, ഒരു സാധനം കളയരുത്. അതോ ഒരു ബിസ്ക്കറ്റ്, 2 ബിസ്ക്കറ്റ്. എടാ എന്നാടാ? ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് പരിപാടി ക്യാമറയുടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ പുതിയ ഇവിടുത്തെ ചെറുക്കനാണ്. പേരെന്നാ? അമൽജിത്ത്. വീട് എവിടെയാ? ബാലുശ്ശേരിക്കാരനാണ്. അപ്പം അവനാണ് നമ്മുടെ വണ്ടി ഇലക്ട്രീഷ്യൻ സംഭവങ്ങളൊക്കെ ചെയ്ത്. ആരിസ്ക്ക് എന്ത് ഇത് ഓവർഫ്ലോ വരുന്നു. ആരിസ്ക്കോട് പറയും ഇതേപോലെ ഓവർഫ്ലോ മാത്രമേ ഉള്ളൂ എന്ന് പറ. ഇതേപോലെ ഓവർഫ്ലോ മാത്രം, ആളില്ല. വെള്ളം പോകുന്നുണ്ടോ, പക്ഷെ ടാങ്കിൽ വെള്ളം ആവുന്നില്ല. അവസാന വട്ട പരിപാടി നമ്മുടെ പ്ലംബിങ് പരിപാടിയും കൂടെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. ആരിസ്ക്ക് അതിൻ്റെ പരിപാടി മൊത്തം ചെയ്യാണ്. ആരിസ്ക്കാണ് ഇതിൻ്റെ പ്ലംബിങ് പരിപാടി മൊത്തം ചെയ്ത് തീർത്ത്. ഇപ്പം രാത്രി പോയിട്ട് ഒരു ഷോപ്പ് തുറപ്പിച്ചിട്ടാണ് ഇപ്പം അടുത്ത സാധനം മേടിച്ചത്. നമ്മുടെ ഒരു ചെറിയ ലീക്കുണ്ട്, അതാണ് പ്ലംബിങ്ങിൻ്റെ മെയിൻ സംഭവങ്ങൾ. ആരിസ്ക്ക ആ ഇലക്ട്രിക് ലൈനൊക്കെ ഇച്ചിരി മാറ്റിയിട്ടല്ലോ, മേലോട്ട് കയറ്റിയിട്ടല്ലോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഗൈസ് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം വണ്ടി എടുക്കാം. ബാക്കി ഉള്ള എല്ലാ പരിപാടികളും സംഭവങ്ങളും കഴിഞ്ഞു. അതേപോലെ തന്നെ അമിത്തിൻ്റെ വീട്ടിൽ നിന്ന് അമിത്തിനെ കൊണ്ടുവിടാൻ വേണ്ടി അപ്പനും അമ്മയൊക്കെ വന്നു. അതുപോലെ പരിപാടികൾ പിന്നെ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് ഒന്ന് ലെവലാക്കി ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കേണ്ട പരിപാടികളും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. വേറൊന്നും സംഭവങ്ങളും കാര്യങ്ങളും ഇനി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യങ്ങൾ കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞു. സമയം ഇപ്പോൾ രാത്രി 1 മണിയായി. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ ക്ലീനിങ്ങും പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിയായെന്ന് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മേളത്തെ സാധനം ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ലേശം വെള്ളം വീണ് ആ സൈഡ് മൊത്തം പോയി അല്ലേ? അതായത് അഭിരാമിയും അമ്മയും അപ്പനും കൂടെ വണ്ടിയുടെ ഉൾഭാഗം മൊത്തം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പനും ഉറങ്ങിപ്പോയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മുടെ വണ്ടിയുടെ പരിപാടികളും കാര്യങ്ങളും ഏകദേശം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ മാളിയമ്പടിയിൽ നിന്ന് നേരെ നമ്മുടെ വണ്ടി പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇന്ന് തമിഴ്നാട് കടത്തിടുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ. നാളെയാണ് പ്ലാനിങ്, നാളെയാണ് സംവിധാനം. ഇതുവരെ ഞങ്ങളുടെ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല, എന്തൊക്കെ സംഭവം ചെയ്തെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മൊത്തം നിങ്ങളോട് പറയണം, അത് മൊത്തം കാണിക്കണം.
നാളെ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമുക്ക് തമിഴ്നാട്ടിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് അതായത് ഇവിടുന്ന് ഇനി തമിഴ്നാട്ടിലോട്ട് നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ നിങ്ങളുടെ നോക്കി നേരത്തെ പൊള്ളാച്ചിയാണോ അല്ല എവിടെ? കോയമ്പത്തൂരിൽ പിന്നെ നമുക്ക് അടുത്തേന്ന് വെച്ചിട്ട് നമുക്ക് കർണാടക, അതായത് കോയമ്പത്തൂർ എന്നിട്ട് ബാക്കി പ്ലാനിങ് സംവിധാനങ്ങളും നമുക്ക് സംസ്ഥാനം എന്ന് വെച്ചാൽ കർണാടക എല്ലാം അടച്ചിട്ടില്ലേ അല്ലേ? വലിയ സർപ്രൈസുകളുണ്ട് കേട്ടോ. ഓരോ പുള്ളിനെ എറണാകുളത്ത് കൂട്ടിക്കൊണ്ട് വന്നാണ്, പുള്ളിനെ കൊണ്ടുപോവാണ്. അപ്പൊ മൊത്തം എത്ര വേണ്ടെന്നറിയോ? പപ്പ, മമ്മി, അഭിരാമി, മൈക്കിള്, ഞാന്, ലിബിന്, അമിത്, ദീപു ചേട്ടൻ, മൊത്തം 8 പേരാണ് യാത്ര. ദീപു ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് ഉടുതുണിക്ക് മറുതുണി പോലും പുള്ളി കൊണ്ടു. പുള്ളി ഒരു പാന്റും പിന്നെ ഷർട്ടും കൊണ്ടാ വന്നേ. വഴി അങ്ങ് എങ്ങോട്ടൊക്കെയോ നമ്മുടെ വണ്ടി പണിത് തന്നെ എല്ലാവരോടും നന്ദി പറയട്ടെ, അവന്മാരോട് നന്ദി പറയട്ടെ. ഇപ്പം നമ്മുടെ വണ്ടി പണിത് തന്നു. ആരിസ്ക വിളിച്ചപ്പം തന്നെ ഓടി വന്നു. ആരിസ്ക നമ്മുടെ വണ്ടിയുടെ പ്ലംബിങ്ങും കാര്യങ്ങളും ശരിയാക്കി തന്നു. ഇപ്പം നമ്മുടെ ഇലക്ട്രിക്കൽ സംഭവങ്ങളെല്ലാം നമ്മൾ ശരി തന്നു. ഇക്ക പിന്നെ ഇവിടെ നോക്കി ഇന്ന് സഹായിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇവരോടെല്ലാം വിട പറഞ്ഞു പോവാണ്. ഒരുപാട് എന്നാ പറഞ്ഞു ഇവിടുത്തെ പണിക്കാരോട് ഒരുപാട് നന്ദി പറയണം. ഏത് പാതിരാത്രി വന്നാലും പണം. അതെ, അതായത് നമ്മുടെ സഹോദരന്മാരായിട്ട് നമ്മളെ കണ്ട് നമ്മുടെ പണി എല്ലാം തീർത്ത് തന്നു. ഇതാ 1 മണിയായി, രാത്രി ആയിട്ടാ ഇപ്പൊ ചേട്ടന്മാരെ പണിയെടുക്കുന്നത്. വേറൊരു കേസ് എറണാകുളത്തായിട്ട് ഒരു ദിവസത്തേക്ക് വണ്ടി ഓടിച്ച്, അതായത് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞു പുള്ളിനെ കൊണ്ടുപോവാണ്. അപ്പോൾ വണ്ടിയുടെ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളും ചെയ്യാണ്. പിന്നെ അമിതിൻ്റെ വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും വന്നിട്ടുണ്ട് കൊണ്ടുവിടാൻ വേണ്ടി. അവരെ വീഡിയോ കാണിക്കണമെന്ന് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരും കൊണ്ടുവിട്ടു. അവർ നേരെ പോവുകയാണ് അമിതിനെ കൊണ്ടുവിടാൻ വേണ്ടി. അമിത് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറിയിരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് അമിത് ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ ട്രിപ്പിലോട്ട് വരാൻ വേണ്ടി. അതെ അതെ, അവൻ ഡൊമസ്റ്റിക് യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം നമുക്ക് ഇന്റർനാഷണലിലോട്ട് പോവാം. ഡൊമസ്റ്റിക് അല്ല, ചെറിയ ചെറിയ യാത്രകൾ, അതിന് വലിയ വലിയ യാത്രയിലേക്ക് പോവാം. ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ഈ രണ്ടേ ഉള്ളൂ. വണ്ടിയുടെ ഉള്ളിലെ വൃത്തിയാക്കലും പരിപാടിയൊക്കെയാണ്. അത് കഴിയട്ടെ, എന്നിട്ട് വേണം നമുക്ക് വണ്ടിയുടെ ഉള്ളിലെ പരിപാടികൾ ഓരോന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വൃത്തിയാക്കിയിട്ട് വേണം നമുക്കെല്ലാം കയറി ഇരുന്ന് പോകാൻ വേണ്ടി കേട്ടോ. എബിനെ, നമുക്ക് ഒരു ദിവസം എത്ര കിലോമീറ്റർ വരെ ഓടണം? നമുക്ക് എല്ലാം പ്ലാൻ ചെയ്യാം. ലൈസൻസ് ഉള്ളവർ എത്രയാണ്? എനിക്ക് ലൈസൻസ് ഉണ്ട്, എബിന് ലൈസൻസ് ഉണ്ട്, ദീപിച്ചേട്ടന് ലൈസൻസ് ഉണ്ട്, അഭിരാമിക്ക് ലൈസൻസ് ഉണ്ട്, അതേപോലെ നമ്മൾ എഡിറ്ററായ അമിതിന് ലൈസൻസ് ഉണ്ട്. എന്നാ എല്ലാം കണ്ടുപിടിച്ച് കിടക്കുവന്നേ. മൈക്കിളല്ലേ ഗൈസ്, വണ്ടി മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി പരിപാടി കാണാം കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി ഇറക്കി നമ്മൾ നേരെ തമിഴ്നാട് ലക്ഷ്യമാക്കി സഞ്ചരിക്കാൻ പോവാണ്. നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ടാണ് തമിഴ്നാട് ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നത് കേട്ടോ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ ഹൈവേയിലെത്തി. ഈ ഹൈവേ നേരെ കോയമ്പത്തൂരിനുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? ഇനിയിപ്പോ നമുക്ക് വാളയാറ് വരെ നമ്മുടെ കേരളത്തിന്റെ റോഡ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നേരെ തമിഴ്നാടിന്റെ റോഡ് ഉണ്ടാവും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ 2-3 സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഞങ്ങളുടെ നാട്ടിലൊക്കെ സിഗ്നൽ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. അതെ, നിങ്ങളുടെ നാട്ടിലോ ഗൈസ് നോക്കൂ, ടോൾ എത്തിയില്ല കേട്ടോ, പാലിയേക്കര എത്തിയില്ല. അതിന്റെ മുന്നേ തന്നെ അത്യാവശ്യം ചാലക്കുടി എത്തുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കായി ഈ ഒരു ഭാഗത്ത്. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് 16 മിനിറ്റ് കിടക്കേണ്ടി വരും തോന്നുന്നു കേട്ടോ. കാരണം പോലെ മേലെ കിടക്കേണ്ടി വരും, ഇത് ഏകദേശം 1/2 മണിക്കൂർ കിടക്കേണ്ടി വരും. തൃശ്ശൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ വാളയാറ് കഴിഞ്ഞാൽ ബ്ലോക്ക് കുറവുള്ളതെന്ന് എനിക്ക്. അതായത് കേരളം വിട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് കുറവായിരിക്കും. ഇത്ര നേരം വരെ മൈക്കിളുണ്ടല്ലോ സഹിച്ചു നിന്നു. ഇപ്പൊ അവൻ എല്ലാരിലും മുകളിലിരുന്ന് കാണണം. അവന് കാഴ്ച കാണണ്ടേ, അവനെ മറിച്ച് കളയല്ലേ. ഈ പ്രാവശ്യത്തെ യാത്ര മൈക്കിൾ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. അവനെ വേറെ കാര്യമുണ്ട്, നീ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറാൻ വേണ്ടി നോക്കിയിരിക്കും അതിനകത്ത് കയറാൻ വേണ്ടി. പിന്നെ നമ്മള് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി മറന്നു പോകും. ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാ വണ്ടി ഡ്രൈവിംഗ് സീറ്റിൽ കയറി സ്ഥലത്ത് അവൻ 5 മിനിറ്റുള്ളിൽ ഇരിക്കുകയല്ല കേട്ടോ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ കുതിരാൻ എത്തിയിരിക്കുകയാണ്. അഭിരാമി ആദ്യമായിട്ടാണ് കുതിരാൻ. അഭിരാമി ഇതിന് മുന്നേ ടണൽ കയറിയിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ വർഷം കാശ്മീരൊക്കെ പോയപ്പോ. നീ അടൽ ടണലൊന്നും കയറിയിട്ടില്ലല്ലോ, പക്ഷെ വേറെ ഏതൊരു വലിയ ടണലിൽ കയറിയായിരുന്നു. ഗൈസ് നോക്കൂ, പിന്നെ ഇഷ്ടംപോലെ കാണാം, വണ്ടി കാണാലോ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ഈ യാത്രയിൽ ആദ്യത്തെ ടണൽ കടന്നിരിക്കുകയാണ്.
കണ്ടമാനം ലോറികളാട്ടോ. പിന്നെ റോഡ് പണി നമ്മുടെ ഇവിടെ തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ ഇതിലെ ലോറി ഗതാഗതം എന്തോ കൂടിയെന്ന് ആലോചിച്ചു എനിക്ക്. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ വണ്ടി നിർത്തി. തമിഴ്നാട്ടിലാണെന്ന് മനസ്സിലായി. ആ, ഞാൻ പെട്ടെന്ന് 5 മിനിറ്റ് ചാഞ്ഞു പോയി. കിടക്കുന്നതിന്റെ മുമ്പേ എല്ലാ ഡോറുകളും ഇതേ കർട്ടൻ വലിച്ചിടുക. അതിന്റെ മുന്നേ വണ്ടി ഒന്ന് നേരെയാക്കണോ, ചെറിയ ചെരുവുണ്ടല്ലോ. ഞാൻ മര്യാദയ്ക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് അത് എണ്ണ അടിക്കുന്നവരുടെ അവിടുത്തെ തമ്പി ഭയങ്കര സ്നേഹമായിരുന്നു. എണ്ണ അടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം മാറി. പുറത്തെടുക്കിച്ചു. അപ്പൻ അടിയിൽ കയറി. ഈ 2 സീറ്റ് അവിടെ 2 അമിത്ത് മേളില്. എണ്ണ അടിച്ച അതുവരെ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് പോയി ലൈറ്റ് ഓവർ ഇടാം. അല്ല പിന്നെ നാളെ അടിച്ചാൽ പോരായിരുന്നോ? നാളെ അടിച്ചാൽ പോരാ. അല്ല ഞാൻ മറ്റൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചാർജ് ഇതുവരെ കയറുന്നില്ലല്ലോ. ഇന്ന് ഡൈനാമോ 16,500 കൊടുത്ത് മാറ്റി 1,500 ലേബറും കൊടുത്ത് റെഡിയാക്കിയതാണ്. ഇതുവരെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ഓഫാക്കിയില്ലോ. സ്റ്റാർട്ടാവും. മറ്റേ സാധനം കുത്തി വെച്ചിട്ടില്ല. നമ്മൾ 1, 2, 3, 4, 5, 6 പേർക്കുള്ള മേടിച്ചാക്കുന്നത്. ദീപിച്ചാണ്ടും കൂടി ഉള്ള സാധനങ്ങൾ മേടിക്കണം. അത് മേടിക്കാം. വേണ്ട ഇത് ഷീറ്റ് സംഭവങ്ങൾ സാധനങ്ങളൊക്കെ എവിടെയാ? ആ ലിബി ഇവിടെ കിടക്കും. ഞാൻ ഇത് വണ്ടി ഒന്ന് നേരെ ആക്കട്ടെ. അവിടെ 2 പേർക്ക് കിടക്കാട്ടോ. ദീപിച്ചാട്ടാ അവിടെ കിടന്നേട്ടാ. അവൻ്റെ കുറിച്ച് കിടന്നു. താഴെ കിടക്കണ്ട കേട്ടാ. നമുക്ക് വണ്ടി ഒന്ന് നേരെ ഇടാം. ഫ്രണ്ട് അടച്ചോണ്ടിരിക്കുക കേട്ടോ. ഫ്രണ്ട് ഏകദേശം ഓക്കെ ആയി. ഇനി ഇവിടെ അവിടെ ത്രൂ ഉള്ളു കേട്ടോ. ബാക്കി എല്ലാവരും ഓരോരുത്തരായിട്ട് കിടന്നു. മമ്മി ഇവിടെ കിടന്നു. എല്ലാവർക്കും പുതപ്പ് സംഭവങ്ങൾ സാധനങ്ങളൊക്കെ ആയി. ഇനി അവിടെ എന്നാടി അമിത്തിന് എന്നാ എന്നാ അമിത്തെ തീച്ചണാണോ എന്നാ പറഞ്ഞേ? നോക്കി 2 പേര് കിടക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കി. നാളെ വേറെ അല്ല നോക്കാം. ഇല്ല നാളെ വേറെ മാർഗം നോക്കാം. കേറി നോക്ക്.